പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാണുന്ന എല്ലാവരും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു കർത്താവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വീക്കാണ് അക്കോർഡിംഗ് ടു ദ ഹീബ്രു കലണ്ടർ. ഹീബ്രു ജൂയിഷ് കലണ്ടർ അനുസരിച്ച് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള രണ്ടാമത്തെ സെക്കൻഡ് വീക്കാണ്. ടുഡേ ഈസ് 27 of Nisan. On the 14th of Nisan, Jesus died. On the 17th of Nisan, Jesus rose again. So it is almost 12-13 days after the resurrection. അങ്ങനെയാണ് നമ്മൾ ഹീബ്രു ജൂയിഷ് കൾച്ചറിൽ അതിനെ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഇന്നാണ് കർത്താവിൻ്റെ പ്രത്യക്ഷത തോമാസ് എന്ന ശിഷ്യനും കൂടെയുള്ള അപ്പോസ്തലന്മാരുടെ ഇടയിലുണ്ടായത്. ആദ്യത്തെ ആഴ്ചയിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. തോമസ് ഇല്ലായിരുന്നതിനാൽ തോമസിന് വേണ്ടി ഒരു പ്രാവശ്യം കൊണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് അത് കഴിഞ്ഞ് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. ഇൻഫാക്റ്റ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ 40 നാൾ യേശു അവരോട് കൂടെയായിരുന്നു. അതിനുശേഷം യേശുവിൻ്റെ സാന്നിധ്യം അവരെന്നും അനുഭവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ അയച്ചു നൽകിയെന്നും കാണും. യേശു കർത്താവ് ഒരു പർപ്പസിന് വേണ്ടിയാണ് വന്നത്, ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് വന്നത്. യേശു കർത്താവിൻ്റെ ദൗത്യം എന്തായിരുന്നു? ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്ന് വീണുപോയപ്പോൾ അവരെ തിരികെ അതിലേക്ക് കൊണ്ടുവരികയും ആദ്യത്തെ ആദാമിന് കർത്താവ് കൊടുത്ത പർപ്പസാകുന്ന വാഴുക, നിങ്ങൾ ഭൂമിയെ പെരുകി നിറഞ്ഞ് അടക്കി വാഴുക എന്ന പർപ്പസിലേക്ക് അവരെ എനർജൈസ് ചെയ്യുവാനും റീസ്റ്റോർ ചെയ്യാനും വേണ്ടിയാണ് കർത്താവ് വാസ്തവത്തിൽ വന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ യേശു കർത്താവ് ഗലീലയിലും യഹൂദ്യയിലും കൂടെ കൂടെ സഞ്ചരിച്ച് തൻ്റെ ശുശ്രൂഷ ചെയ്തു വന്നു. തൻ്റെ മരണത്തിനു മുമ്പ് താൻ പറഞ്ഞു, പ്രത്യേകിച്ച് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന യേശു കർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം യേശു കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏൽപ്പിക്കപ്പെടും, മരിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ നിങ്ങൾ എനിക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകണം എന്ന് യേശു പല സുവിശേഷങ്ങൾ പറയുണ്ടായി. യേശു കർത്താവ് മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തതും യഹൂദിയിലാണ്. യഹൂദ ഗലീല എന്ന് പറയുമ്പോൾ ഒരു 120 കിലോമീറ്റർ, 70 മൈലിൻ്റെ വ്യത്യാസമുണ്ടെന്ന് കരുതുക. 70 മൈൽ ഇന്നത്തേക്കാട്ടിലും ദൂരമൊക്കെ ഉള്ളതാണ്. എന്ന സെൻസ് ഇന്ന് നമുക്ക് കാറുണ്ട്, ബസ്സുണ്ട്, ട്രെയിനുണ്ട്. അന്ന് ആകെ ഉള്ളത് കുതിരയും കഴുതയുമാണ്. യേശു കർത്താവ് ആകെ കൂടി ഒരു പ്രാവശ്യമേ കഴുതപ്പുറത്ത് കയറിയതായിട്ട് ദിവസം പഠിപ്പിക്കുന്നുള്ളൂ. സോ ഇറ്റ് വാസ് വാക്കിംഗ്. സോ ബൈ വാക്കിംഗ് 70 മൈലെന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് 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 ഡിസ്റ്റൻസാണ്. ആമേൻ. എന്നാൽ യേശു കർത്താവിൻ്റെ ജീവിതം മുഴുവനും വചനത്തിൻ്റെ പൂർത്തീകരണമാണ്, ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ സ്ക്രിപ്ചേഴ്സ്. നമുക്ക് യേശു കർത്താവ് കൺസ്യൂമായിട്ട് ഗലീലയിൽ, പ്രസവിക്കപ്പെട്ടത് ജനിക്കപ്പെട്ടത് യഹൂദിയിൽ. ഈ രണ്ടും കൂടെ തങ്ങ് ചെയ്താൽ പോരായിരുന്നു. പോട്ടെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് യഹൂദിയിൽ. പിന്നെന്തിനാ ഗലീലയ്ക്ക് പോകാൻ പറയുന്നത്? പറയാനുള്ളൂ, ഇവിടെ അങ്ങ് പറഞ്ഞാൽ പോരെ. സ്തോത്രം. യേശു കർത്താവ് എന്താണ് ഗലീലയിലേക്ക് പോകാനായിട്ട് പറഞ്ഞതോ അവിടെ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? മത്തായി സുവിശേഷം, വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വന്ന് അതിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ, ഒരു 5-6 വാക്യങ്ങളൊന്ന് വായിച്ച്. അല്പം കൂടെ മുൻപ് ഞാൻ ഉദ്ദേശിച്ച കാര്യം കൂടെ ഗലീലയോട് വരട്ടെ. അപ്പോൾ അവർ ചുമ്മാതെ പോയതല്ല, യേശു അവരോട് കൽപ്പിച്ചിരുന്നതിനാൽ പോയി. ഇത് മർക്കോസ് സുവിശേഷത്തിലും മാത്യുവിലും ഒക്കെ കാണുന്നുണ്ട്. മത്തായി 28:10 വായിച്ച്. മാത്യു 28:10 പ്ലീസ്. യേശു അവരോട് നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക്
ഇത് യെരുശലേമിലാണ് സംഭവിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള യേശുവിൻ്റെ വചനങ്ങളാണ്. എന്തിനാണ് ഗലീലയിൽ പോകുന്നത്? നമ്മൾ മുമ്പേ വായിച്ച ഭാഗമല്ല ഇത്. മുമ്പേ വായിച്ചത് 16-ാമത്തെ വാക്യം. ഇനി മർക്കോസ് 16:7 വായിച്ച്. അതായത് ഉയർത്തെഴുന്നേറ്റ യേശു അസെൻഷൻ, സ്വർഗാരോഹണം ചെയ്യും മുമ്പ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനിൽ ചിലതാണ് നമ്മൾ വായിക്കുന്നത്. മഗ്ദലന മറിയോട് പറയുകയാണ്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോട്, വിശേഷാൽ പത്രോസിനോടും, യേശു എന്ന കർത്താവ് നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് ഓർപ്പിച്ചതാണ്. ഗലീലയിൽ നമുക്ക് കാണാം, മരിക്കും മുമ്പ് ഓർപ്പിച്ചതാണ്. അവൻ ഓൾറെഡി അവിടോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. നിങ്ങളുടെ തോട്ടൊന്ന് പ്രൊവോക്ക് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവണ്ടേ ഞാനീ പറഞ്ഞത്? യേശു കർത്താവിന് 2 കഷ്ണം കാര്യങ്ങൾ പറയണം. നമ്മുടെ 12 ഭാഷയെ പറഞ്ഞ അത് യെരുശലേമിലൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു. നോ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ഓരോന്നും സ്ക്രിപ്ചർ ഫുൾഫിൽമെൻ്റാണ്, വചനത്തിൻ്റെ നിവർത്തീകരണം. ഒരാളുടെ പറഞ്ഞേ. അപ്പോൾ ഇതിനകത്ത് എന്തോ കാര്യമുണ്ട്. സ്തോത്രം. ഗ്ലോറി, 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 ഗ്ലോറി. അപ്പോൾ നമ്മൾ വചനത്തെ അങ്ങനെ വേണം പഠിക്കാൻ. അതിനകത്ത് രഹസ്യങ്ങളുണ്ട് എന്ന് കണ്ടു വേണം പഠിക്കാൻ. സ്തോത്രം. എമ്മൂസിലേക്ക് പോയ ക്ലിയോപ്പാവും അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയോടും യേശു കർത്താവ് പഴയ നിയമത്തിൽ നിന്ന്, അന്ന് പഴയ നിയമമേ ഉള്ളൂ, അന്ന് പഴയ നിയമം എന്ന് പറയാനൊക്കത്തില്ല, അന്നുണ്ടായിരുന്ന വേദപുസ്തകത്തിൽ നിന്ന് തന്നെക്കുറിച്ച് സംസാരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് നിയമപുസ്തകത്തിൽ, മോശയുടെ പുസ്തകത്തിൽ നിന്നും പ്രവചന പുസ്തകങ്ങളിൽ നിന്നും തന്നെക്കുറിച്ച് സംസാരിച്ചു. മോശയുടെ പുസ്തകത്തിൽ എവിടെ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? പ്രവചന പുസ്തകത്തിൽ എവിടെ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന 1-2 വാക്യങ്ങൾ മാത്രമാണോ? അല്ല, വേദപുസ്തകത്തിൽ എവിടെ നോക്കിയാലും കാണുന്നത് യേശുവാണ്. സമാഗമന കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന കുഞ്ഞാട് യേശുവാണ്. സമാഗമന കൂടാരത്തിൽ ഈ കുഞ്ഞാടിനെ ഊനമുണ്ടോ ഇല്ലയോ നോക്കുന്ന പ്രീസ്റ്റ് യേശുവാണ്. ആമേൻ. സമാഗമന കൂടാരത്തിൻ്റെ ഗേറ്റ്, അത് കടന്നില്ല, അതൊരു കയറാനൊക്കത്തുള്ളൂ, യേശുവാണ്. സമാഗമന കൂടാരത്തിൻ്റെ യാഗപീഠം, അത് യേശുവാണ്. അതിൽ അർപ്പിക്കപ്പെട്ട കുഞ്ഞാട് യേശുവാണ്. സോദരം, 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 സോദരം. അതിൽ അർപ്പിച്ച വ്യക്തി യേശുവാണ്. അവിടെ അർപ്പിക്കുവാനായി പാപിയായി വന്ന ആ വ്യക്തിയുടെ പ്രതിനിധിയാണ് യേശു. അടുത്ത ഗേറ്റ് വിശുദ്ധലത്തേക്കുള്ളത് യേശുവാണ്. അവിടെയുള്ള താമരത്തൊട്ടി, അതിൻ്റെ വെള്ളം, അതിൻ്റെ ശുദ്ധീകരണം, അത് യേശുവാണ്. അവനത്രേ ഹീ ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ. അവൻ നമ്മുടെ ശുദ്ധീകരണമായിരിക്കുന്നു. ആമേൻ. അകത്തേക്കറിയാൽ ആദ്യം കാണുന്ന കാഴ്ചയപ്പം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, കാഴ്ചയപ്പം, അതിൻ്റെ ശുശ്രൂഷ, അവിടെയുള്ള വീഞ്ഞ്, പിക്ചേഴ്സ് യേശുവാണ്. നിങ്ങൾ എന്നെ തിന്നാതെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളിൽ ജീവനില്ല. കാഴ്ചയപ്പം യേശുവിൻ്റെ മാംസത്തെയാണ് കാണിക്കുന്നത്. അവിടെയുള്ള വീഞ്ഞ്, നിങ്ങൾ എന്നെ കുടിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളിൽ ജീവനില്ല. അടുത്തത് മനോരയാണ്, 7 കവരമുള്ള ബ്രാഞ്ചസ് ഉള്ള വിളക്ക്, അത് യേശുവാണ്. സ്തോത്രം. നിത്യതയിൽ, വരുംകാല നിത്യതയിൽ സൂര്യനില്ല. പഴയ കാലങ്ങളിലേക്ക് നോക്കിയാൽ സൂര്യന് മുമ്പ് 4 ദിവസം ഉണ്ടായിട്ടുണ്ട്. അവിടെ വെളിച്ചമുണ്ടായിരുന്നു, അവിടെ സന്ധ്യ ഉണ്ടായിരുന്നു, അവിടെ രാവുണ്ടായിരുന്നു, അവിടെ പ്രഭാതമുണ്ടായിരുന്നു, മിഡ് ഡേ ഉണ്ടായിരുന്നു. അത് യേശു മുഖാന്തരമുള്ളൊരു ഡേ ആണ്. അവിടെ സൂര്യനില്ല, അവിടെ ചന്ദ്രനില്ല, അവിടെ കുഞ്ഞാടതിൻ്റെ വിളക്കാകുന്നു, കുഞ്ഞാടതിൻ്റെ വെളിച്ചമാകുന്നു. സ്വതന്ത്രം ചെയ്ത് ധൂപപീഠം, അതിലുള്ള ധൂപവർഗം, അതിൽ ശുശ്രൂഷിക്കുന്നവൻ യേശുവിനെ പ്രതിനിധീകരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു വലിയ 3 ഇഞ്ചിൻ്റെ 3ാമത്തെ ഗേറ്റാണ് തിരശീല. അത് യേശുവിനെ കാണിക്കുന്നു. അവൻ തൻ്റെ ദേഹമെന്ന തിരശീല കീറി നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുതുവഴി ഒരുക്കിയിരിക്കുന്നു. അകത്തെ കയറിയാൽ എന്താ കാണുന്നത്? അകത്തെ കയറിയാൽ മന്ന, മന്ന യേശുവാണ്. അവൻ ജീവൻ്റെ അപ്പമാണ്.
മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രം യേശുവിൻ്റെ ഗ്ലോറിയസ് ശരീരമാണ്. അവിടെ കാണുന്നു അഹരോന്റെ തളിർത്ത വടി. അത് വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അത് വേഗത്തിൽ നിനക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് നീ അറിയേണ്ടതിന് അഹരോന്റെ ഉണക്കവടി തളിർത്തതുപോലെ, ഒരു വരണ്ട നിലത്ത് നിന്ന് വേർ മുളച്ചു വരുന്നത് പോലെ അവന്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമല്ല, അവൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ല. അവനെല്ലാവരും ത്യജിക്കപ്പെട്ടവനായും അത് നിന്ദിക്കപ്പെട്ടവനായും അവൻ നമ്മുടെ ഇടയിലിരുന്നു. അവനെ ആരും കൈകൊണ്ടില്ല. അവന്റെ തലമുറയിൽ അവന് ന്യായം കിട്ടാതെ പോയി. ആ ഉണക്കവാടി നമ്മുടെ കർത്താവാണ്. പക്ഷെ കൃപ അതിന്നും തളർത്ത് പൂത്ത് ഇലയിട്ട് ഫലം കായ്ച്ചു നിൽക്കുകയാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ എന്താ അതിപരിശുദ്ധത്തിലുള്ളത്? അവളത് കൽപ്പലകകളാണ്. കൽപ്പലക ആരുടെ കൽപ്പലക? ദൈവത്തിൻ്റെ കല്ല്, ദൈവത്തിൻ്റെ പലക. അതിൽ എഴുത്താരുടേത് ദൈവത്തിൻ്റേത്. അത് എഴുതിയതാര്? ദൈവം. അത് ഉടഞ്ഞു പോയെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ മിഡ്രാഷിയും പറയുന്നത്, ഹീബ്രു കൾച്ചർ പറയുന്നത്, അവരത് ഉടച്ച് കളഞ്ഞെങ്കിലും, മോശ അത് ഉടച്ച് കളഞ്ഞെങ്കിലും അവരത് പെറുക്കിയെടുത്തു. രണ്ടാമത് എഴുതപ്പെട്ട കല്ലിനേക്കാൾ അവർ ഒന്നാമത് എഴുതപ്പെട്ട ഉടഞ്ഞുപോയ കല്ലിന് അധികം പ്രാധാന്യം കൊടുക്കുന്നു. അതിനത് അതിപരിശുദ്ധത്തിൽ വെച്ചിരിക്കുകയാണ്. ഗ്ലോറി 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 ഗ്ലോറി. അത് ഉടഞ്ഞ കൽപ്പലകയായതുകൊണ്ട് 2-3 വേറെ കാര്യം പറയുന്നുണ്ട്. സ്ക്രിപ്ചേഴ്സ് cannot be broken. ദൈവ തിരുവെഴുത്തുകൾക്ക് നീക്കം വന്നു കൂടായല്ലോ എന്ന് പറയുമ്പോൾ നിന്റെ തന്നിഷ്ടം കൊണ്ട്, തീരുമാനം കൊണ്ട് ദൈവവചനത്തെ അത് ഉടച്ചു കളയുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാതിരിക്കാൻ കഴിയും. സ്തോത്രം. അങ്ങനെ വാണിങ്ങൊക്കെ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? പിന്നെയുള്ളത് നിയമപ്പെട്ടകമാണ്. അതിൻ്റെ പേര് തന്നെ നിയമപ്പെട്ടകം, സാക്ഷ്യ പെട്ടകം. ദ ആർക്ക് ഓഫ് ദ കവനന്റ്. നിനക്ക് ദൈവത്തോടുള്ള ഉടമ്പടിയുടെ ചിഹ്നമാകുന്ന നിയമപ്പെട്ടകം. സ്തോത്രം. അതിൻ്റെ മീതെ കൃപാസനം വെച്ചിരിക്കുകയാണ്. ആ കൃപാസനത്തിൻ്റെ കിഴക്കേ മൂലയ്ക്കാണ്. ഹല്ലേലൂയ. കൃപാസനം വെച്ചിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറായിട്ടാണ്. ആലയം ഇരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ്. കൃപാസനം വെച്ചിരിക്കുന്നത് വടക്ക് തെക്കായിട്ടാണ്. അതിൻ്റെ കിഴക്കേ മൂലയിൽ മഹാപുരോഹിതൻ ചെയ്ത അതേ സ്തോത്ര പാപത്തിന് പരിഹാരമായി അർപ്പിച്ച യാഗത്തിൻ്റെ രക്തം, അത് തൻ്റെ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അർപ്പിച്ച യാഗത്തിൻ്റെ മൃഗത്തിൻ്റെ രക്തം കൊണ്ടുവന്ന് കിഴക്കേ മൂലയിൽ തളിക്കുമ്പോഴാണ് പാപശുദ്ധി വരുന്നതെന്ന് അവർ വിശ്വസിക്കുന്നത്. ആ കൃപാസനം ദൈവത്തിൻ്റെ പുത്രനാണ്. കൃപ വെളിപ്പെട്ടത് യേശുവിൽ കൂടിയാണ്. ദയ വെളിപ്പെട്ടത് യേശുവിൽ കൂടിയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വന്ന ആലയം മുഴുവൻ ദൈവമാണ്. സ്തോത്രം. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, അവൻ ജീവനുള്ള കല്ലാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നാമും അവനോട് ചേർന്ന് ജീവനുള്ള കല്ലുകളായി പണിതു വരുന്നു. ആലയവും അതിലെ ശുശ്രൂഷകനും അതിലെ ശുശ്രൂഷയും യേശുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വന്നേ. മാത്യു ചാപ്റ്റർ 16. അവിടെ നമ്മൾ എന്താണ് കാണുന്നത്? അതിൻ്റെ 12-ാം വാക്യം മുതലാണ്. സോറി, 13-ാം വാക്യം മുതൽ. സോറി. ഇവിടെ ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശം എന്ന് പറയുന്നെങ്കിലും ഇത് അൾട്ടിമേറ്റ്ലി കംസ് അണ്ടർ ഗലീലി. ഇത് ഗലീല പ്രദേശത്തിൻ്റെ ഒരു പോർഷനാണ്. നിങ്ങൾക്ക് ഇസ്രയേലിൻ്റെ ഭൂപടം ഡിവോഷനിലൊക്കെ ഞാൻ പലവട്ടം കാണിച്ചിട്ടുണ്ട്. ഇസ്രയേലിനെ രണ്ടായിട്ട് വേണമെങ്കിൽ വിഭജിക്കാം. നടുക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. നദിയുടെ പേര് യോർദാൻ. അതിൻ്റെ വടക്കേ ഭാഗത്തെ ഒരു തടാകമാണ് ഗലീല. പക്ഷെ ഗലീല വലിയതായതുകൊണ്ട് അതിനെ തടാകമെന്നല്ല കടലെന്നാണ് വിളിക്കുന്നത്. അവിടെ തിരമാലയുള്ള തടാകമാണ്, അതുകൊണ്ടാണ് കടലെന്ന് വിളിക്കുന്നത്.
ബ്ലൂ വാട്ടറാണ്. അതിൻ്റെ അങ്ങേക്കര നമുക്ക് കാണാം, ഉറപ്പായിട്ടും കാണാം. എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരം മലയെ നിൽക്കുന്നത് കാണാം. നമ്മൾ ഗലീലയിലെ പടിഞ്ഞാറ് സൈഡിൽ നോക്കിയാൽ കിഴക്കേ സൈഡിൽ മല നിൽക്കുന്നത് കാണാം. എന്നാൽ നിശ്ചയമായിട്ടും 7 മൈൽ വിസ്തൃതിയുള്ള ഒരു തടാകമാണ്. 7 മൈൽ വിസ്തൃതിയുള്ള തടാകമാണ്. അപ്പോൾ ഇറ്റ്സ് എ ബിഗ് ഹ്യൂജ്. അതിൻ്റെ കിഴക്കേ സൈഡിൽ യേശു കർത്താവ് വല്ലപ്പോഴുമേ പോയിട്ടുള്ളൂ. ദക്കപ്പൊലി അവിടെയാണ്, ദൽമനൂദ അവിടെയാണ്, ബത്സയിദ അവിടെയാണ്, ഫിലിപ്പിൻ്റെ കൈസരിയ അവിടെയാണ്. പ്രൈസ് ഗോഡ്. ഇത് യഹൂദന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമല്ല. എന്നാൽ യഹൂദന്മാരുണ്ട് അവിടെ. മനാശെ ഗോത്രവും ഗാദ് ഗോത്രവും റൂബേൻ ഗോത്രവും ഒക്കെ പാർത്തിരുന്ന സ്ഥലങ്ങളുടെ വടക്കേ അതിർത്തിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവിടെ യേശു കർത്താവ് പർപ്പസിൽ ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അവൻ ഫിലിപ്പിൻ്റെ കൈസരുടെ അവിടെ എത്തി, കൈസരിലെത്തി. ഒരു 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 ഗ്രാമപ്രദേശമാണ്. ആ വായിച്ചേട്ടാ. ആ ആ ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് വളരെ പർപ്പസ്ഫുള്ളി ഇവരെ അവിടേക്ക് കൊണ്ടുപോയിട്ട്, അതിന് മുമ്പത്തെ ഭാഗങ്ങൾ വായിച്ചാൽ വളരെ തിരക്കുള്ള ഒരു സമയമാണ്. എന്നാൽ യേശു കർത്താവ് തൻ്റെ മരണം അടുത്തു, തൻ്റെ ക്രൂശീകരണം അടുത്തു എന്നറിഞ്ഞ് ഗലീലയിൽ കൂടി മറ്റാരും കാണാതെ സഞ്ചരിക്കാൻ തുടങ്ങി. ഡിസ്ക്രീറ്റായിട്ട്. എനിക്ക് തോന്നുന്നു വിശുദ്ധ മർക്കോസ് സുവിശേഷം 9:30 വാക്യം വന്നു തോന്നുന്നു. ഒന്ന് നോക്കി. അവൻ ഗലീലയിൽ കൂടി സഞ്ചരിച്ചു, അതാരും കാണരുതെന്ന് അവൻ ആഗ്രഹിച്ചു, അല്ലേ? കണ്ടോ? അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യേശു കർത്താവ് അത്ര പ്ലെയിൻ അല്ല എല്ലാ കാര്യത്തിലും. ചില കാര്യങ്ങൾ അദ്ദേഹം മറച്ചു വെക്കാറുണ്ട്. ഒരു സ്വതന്ത്രം പറയാമോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യേശു എല്ലാം അങ്ങ് തുറന്നു കാട്ടുന്നവനല്ല. കാര്യങ്ങളുടെ സീരിയസ്നെസ്സിനൊത്ത്, അതിൻ്റെ ആ വർദിനെസ്സിനൊത്താണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ യാത്രകളൊന്നും യേശു കർത്താവ് തുറന്ന് പബ്ലിക്കായിട്ടല്ല, ഡിസ്ക്രീറ്റായിട്ട് നടക്കുക. ആ യാത്രകളൊന്നാണ് ഫിലിപ്പിൻ്റെ കൈസരിലെ യാത്ര. ആമേൻ. നമ്മൾ ശ്രദ്ധിച്ചാൽ സിറിയ ഫൊയ്നീഷ്യ, സുറോഫോയിക്കാരി സ്ത്രീ എന്ന് പറയുന്നൊരു സ്ത്രീ നമ്മൾ കാണുന്നുണ്ട്. അവളുടെ പേരൊന്നും നമുക്കറിയത്തില്ല. അതും ഗലീലയുടെ ഔട്ടർ ബോർഡറാണ്. സിറിയാണ്, ടൈറാണ്. ടൈർ ആൻഡ് സൈഡോൺ, അതാണ് ഫൊയ്നീഷ്യൻ റീജിയൻ. അവിടെ യേശു ചെല്ലുകയാണ്. അവിടെയും അദ്ദേഹം പോയത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ്. ചെന്നപ്പോഴേ എല്ലാവരും അറിഞ്ഞു. ആമേൻ, ഗ്ലോറി. വലിയ ആൾ വന്നുകൂടി. അപ്പോഴാണ് ആ സ്ത്രീ വന്ന് കാര്യങ്ങൾ തൻ്റെ മകളെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ അവിടുന്ന് യേശു കർത്താവ് അവിടെ ഒരു അന്ധനെ സൗഖ്യമാക്കുന്നതായി കാണുന്നു. ഒരു ബധിരനെ ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, ഒരു ചെകിടനെ ഊരിൻ്റെ പുറത്തു കൊണ്ടുവന്ന് കേൾക്കുമാറാക്കുന്നതായി കാണുന്നു. അവിടെ ഒരു അന്ധനെ സൗഖ്യമാക്കുമ്പോൾ അവൻ ആദ്യം മരങ്ങൾ പോലെ മനുഷ്യനെ കാണുന്നുണ്ട്. അതല്ല ഈ ഭാഗത്താണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ ഒറ്റയടിക്ക് സൗഖ്യമാക്കാൻ വാസ്തവത്തിൽ കഴിഞ്ഞില്ല. അല്ല, തിരിച്ചു പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ സൗഖ്യത്തെ ഒറ്റയടിക്ക് സ്വീകരിപ്പാൻ കഴിയാത്തൊരേറിയാണ്. അവിടെ എഴുതിയിരിക്കുന്ന അവനെ ഊരിൽ നിന്ന് ആദ്യം പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആ ഊരിൽ വെച്ച് ഈ സൗഖ്യം നടക്കത്തില്ല. നടന്നാലും ഈ രോഗം തിരികെ വരും. അപ്പോൾ ഇത് സംതിങ് ഡിഫറൻറ്റ് ഏറിയ ആണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിലും ശ്രദ്ധിക്കുക, സാത്താന്യ പോക്കറ്റ്സ് ഉണ്ട്. ഈവിൾ തലങ്ങൾ അധികാരത്തോടെ ഭരിക്കുന്ന ആത്മമണ്ഡലമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ആത്മാവിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയുകയാണ്. എനിക്കൊന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹെഡായിരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റൽ ഹെഡായിരിക്കുന്ന ഒരാൾ റിലീജിയസ് ആയിട്ട് നീങ്ങാൻ തുടങ്ങുന്നത്. എത്രയോ പ്രധാനമന്ത്രിമാർ ഇന്ത്യക്കുണ്ട്, എത്രയോ പ്രസിഡന്റുമാർ ഇന്ത്യക്കുണ്ട്, റിലീജിയസ് ആയ എത്രയോ പേരുണ്ട്. ഓരോരുത്തരും വിവിധ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും വന്നവരാണ്. പക്ഷേ ഒരാൾ പൂജാരിയെ മാറ്റി നിർത്തിയിട്ട് പൂജാകർമ്മം ചെയ്യുന്നത് ഈ തലങ്ങളിലാണ്. നിങ്ങളിതിനെ വെറുതെ കാണുകയാണോ? ഇതിനെ ഈസിയായിട്ട് കാണുകയാണോ? അല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൈവസഭകൾ, ദൈവപ്രതിനിധികൾ ഉപദ്രവിക്കപ്പെടുന്ന ഒരു കാലവും ഇതാണ്. ആമേൻ.
ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം, ഞാൻ ആത്മാവിൽ ഗ്രഹിച്ച കാര്യം പറയാം. ഈവിൾ ഗവൺമെൻറ് നന്നായിട്ട് സെൻസ് ചെയ്യുന്നു. ഇന്ത്യയിൽ ഒരു ദൈവസഭ അധികാരത്തോടെ എഴുന്നേൽക്കുന്നുണ്ട്. രോദ്രം നിങ്ങൾക്കറിയാമോ, ഏലിയാവ് പ്രത്യക്ഷപ്പെടും മുമ്പ് ആഹാബും ഇസബേലും പൊളിറ്റിക്കൽ ലീഡേഴ്സാ. അവരെന്ത് ചെയ്തു? പൊളിറ്റിക്കൽ സ്റ്റഫും റിലീജിയസ് സ്റ്റഫും കൂടെ ചേർത്ത് ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്താ? ആത്മമണ്ഡലത്തിൽ അവരുടെ ദേവന്മാർ, അവരുടെ ശക്തികൾ, അവരുടെ അധികാരികൾ, അവർ പൂജ ചെയ്ത് അവരോട് പറഞ്ഞു, ഒരു ഏലിയാവ് പൊങ്ങി വരുന്നുണ്ട്, അവൻ പൊങ്ങിയാൽ നമ്മളെ കാര്യം പോക്കാം, അവനെ പൊങ്ങാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ, ആമേൻ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ, 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 ആമേൻ. ഗ്ലോറി. ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിൽ അത് സംഭവിക്കുകയാണ്. അവിടെയുള്ളതായി അത് ആത്മാധികാരത്തോടെ, ആത്മശക്തിയോടെ ദൈവമായ യഹോവയുടെ തേജസ്സിനെ വെളിപ്പെടുത്തുന്ന ദൈവസഭ, അതായത് വ്യക്തികൾ, പുരുഷന്മാരും സ്ത്രീകളും എഴുന്നേൽക്കുവാൻ പോവുകയാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. മോശ ജനിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. മോശയുടെ ജനനം വന്നപ്പോൾ ആൺകുട്ടികളെ മുഴുവനും നൈൽ നദിയിൽ ഒഴുക്കണമെന്ന് ഫറവോൻ തീരുമാനിച്ചു. ചുമ്മാതെ ഒരു വെർഡിക്റ്റാണോ? ആൺകുട്ടികൾ ജീവിച്ചിരുന്ന അവരെ പിടിച്ച് അടിമയാക്കത്തില്ലേ? അവരെ കൊണ്ട് കുറച്ചുകൂടി പണിയെടുപ്പിക്കത്തില്ലേ? പെൺകുട്ടികളെക്കാളും ആൺകുട്ടികളെല്ലാം നല്ലത്. നോ, അതല്ല ആത്മതലം. ഒരു റോയൽ ബ്ലഡ് വരുന്നുണ്ട്, ഒരു റോയൽ സീഡ് വരുന്നുണ്ട്, ഒരു വാഗ്ദത്ത സന്തതി വരുന്നുണ്ട്. അവൻ ജനിക്കരുത് എന്ന് വാഗ്ദത്തമുള്ളവർ അറിയും മുമ്പ് വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ഈ മിസ്രൈമ ശക്തികൾ, ഫറവോന്റെ അധികാരങ്ങൾ അറിഞ്ഞിരിക്കും. Glory. Hallelujah. Glory. നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനൊക്കത്തുള്ളൂ. ഞാൻ പറയുന്നു, ലോകത്തെ പിടിച്ച് ഉലയ്ക്കുന്ന, ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാകാൻ പോകുന്നു. അത് എന്നിൽ കൂടി നിന്നിൽ കൂടി യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, സംഭവിക്കട്ടെ. അതിനായിട്ടുള്ള പോരുകളാണ്, അതിനായിട്ടുള്ള പ്രതികൂലങ്ങളാണ് നീ അനുഭവിക്കുന്നത്. ശമനം, രഗതം, ബലകം, ദുരവം, ജഗനം, രഗതം. നിങ്ങൾ പഴയ പുതിയ നിയമത്തിലെ ഏത് അഭിഷിക്തനെയും എടുത്തു നോക്ക്. അവരെ കുറിച്ച് വചനം പറയുന്ന അവരിൽ വസിച്ചിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പൊ പഴയ നിയമത്തിലെ അഭിഷിക്തന്മാർ ആരാണ്? ക്രിസ്തുവിന്റെ ആത്മാവിനെ വഹിച്ചവരാണ്. അവരുടെ തലമുറയിൽ വിശുദ്ധ സന്തതിയായി ജനിച്ച് വിശുദ്ധാത്മാവിനെ വഹിച്ച് ഒരു വിശുദ്ധ സഭയെ എഴുന്നേൽപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരവര്. ചുമ്മാതാണോ അബ്രഹാമിന് 75 വർഷം അല്ല 100 വർഷം കാത്തിരിക്കേണ്ടി വന്നത് ഒരു സന്തതി ജനിപ്പിക്കാൻ? ഇസ്മായിൽമാർ ഇഷ്ടം പോലെ ജനിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല? അബ്രഹാമിനൊന്നും ഒരു കുഴപ്പമില്ല. ഹാഗാറുമായിട്ടുള്ള സംസർഗത്തിൽ എനിക്കൊന്ന് ഒന്നാമത്തെ കൂട്ടായ്മയിൽ തന്നെ ഇസ്മായിൽ ഉണ്ടായി. അത് കഴിഞ്ഞ് 137 വയസ്സ് കഴിഞ്ഞ് സാറായി മരിച്ചു. 140 ആയപ്പോൾ സാറായി മരിച്ചു. അബ്രഹാമിന് 140 വയസ്സുള്ളപ്പോൾ പിന്നെ പോയി കെട്ടി. കെത്തൂറയിൽ ഇഷ്ടം പോലെ പിള്ളേരാണ്. വല്ല കുഴപ്പമുണ്ടോ? പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇസ്ഹാക്ക് പുറത്തു വരല്ലേ?
കുഞ്ഞെ, നിന്റെ അകത്തൂന്ന് ഇസഹാക്ക് പുറത്തു വരല്ലേ. നിന്റെ അകത്തൂന്ന് 100 പേര് കൊയ്യേണ്ടവൻ പുറത്തു വരരുത്. നിന്റെ അകത്തൂന്ന് വിശുദ്ധ സന്തതി പുറത്തു വരരുത്. നിന്റെ അകത്തൂന്ന് ആത്മമണ്ഡലമുള്ളവൻ പുറത്തു വരരുത്. നിന്റെ അകത്തൂന്ന് അഭിഷിക്തൻ പുറത്തു വരരുത് എന്ന് കണ്ട് നിന്നെ ഞെരുക്കുകയാ. ഇവിടെ നീ എന്ത് ചെയ്യണം? അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് യഹോവയെ ആരാധിക്കണം. പ്രതികൂലങ്ങളിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? കാരണമില്ല, ന്യായമില്ല, അന്യായം നടക്കുന്നു, പ്രതികൂലങ്ങൾ നടക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കാൻ കാരണം എന്താ? ഒരു ക്രിസ്തു, ഒരു അഭിഷിക്തൻ, ഒരു ക്രിസ്തു എന്ന രക്ഷിതാവ് നിന്റെ അകത്തുനിന്ന് പുറത്തു വരേണ്ടതിന് നിന്റെ പുറപ്പലങ്ങളിൽ പൈശാചിക മണ്ഡലങ്ങൾ the hell is losing upon you. ആരാധിച്ചോ കേട്ടോ, ആരാധിക്കുന്ന തടസ്സമില്ല. പ്രസംഗം ഒന്നും വിഷയമല്ല, പ്രസംഗം തീരണമൊന്നുമില്ല. നിനക്ക് മനസ്സിലാകുന്നെങ്കിൽ എതിർക്കേണ്ടടുത്ത് എതിർക്കണം, സ്തോത്രം ചെയ്യേണ്ടടുത്ത് നീ സ്തോത്രം ചെയ്യണം. Glory, glory, glory. ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള രാജ്യങ്ങളിൽ ചിലതാണ് ഇന്തോനേഷ്യ, ഇറാൻ, പാകിസ്ഥാൻ, ഈവൻ അഫ്ഗാനിസ്ഥാൻ. ഇതൊക്കെ ക്രിസ്തീയ വിരോധ രാജ്യങ്ങളാണ്. കാരണം ക്രിസ്തുവിനെ അവരൊരു മത അധ്യക്ഷനായിട്ടും ക്രിസ്ത്യാനികളെ ഒരു മതമായിട്ട് കാണുന്നുണ്ട്. പ്രശ്നം അല്ലേ? പിന്നെ ക്രിസ്ത്യാനികൾ എന്നെ ഉപദ്രവം ചെയ്തെന്ന് ഈ പറയുന്നത്. കള്ള് കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, മറ്റുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കരുതെന്ന്, വ്യഭിചാരം ചെയ്യരുത്, ദുഭാരിത്വം അരുത് എന്ന് പറയുന്ന ഈ ക്രിസ്ത്യാനികൾ ആർക്ക് എന്നെ ദോഷം ചെയ്തെന്ന? വല്ലതും നന്നായിട്ട് പഠിക്കണം, നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാകണം, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, അമ്മയും പെങ്ങന്മാരെയും കണ്ടാൽ തിരിച്ചറിയണമെന്ന് പഠിപ്പിക്കുന്ന ഈ ക്രിസ്ത്യാനികൾ ആർക്ക് എന്നെ ഉപദ്രവം ചെയ്തെന്ന? ഇത് പോരാത്മമണ്ഡലത്തിൽ നിന്നാണ്. സ്തോത്രം, 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 സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പാകിസ്ഥാനിൽ ഇന്നും ക്രൂസേഡുകളിൽ ലക്ഷങ്ങൾ കൂടുന്നു. ഇന്ത്യയിൽ കൂടുന്നതിനേക്കാൾ അധികം പാകിസ്ഥാനിൽ കൂടുന്നുണ്ട്. ഇറാനിൽ ലക്ഷങ്ങൾ ദൈവസഭകളുടെ ഭാഗമായി മാറി. ഇന്തോനേഷ്യയിൽ വലിയ ഉണർവാണ്. എവിടെയാണോ ഒരു ഉണർവ് നടക്കേണ്ടത് അവിടെ അതിനു മുൻപായി ഒരു പ്രതികൂലം കൊണ്ടിടുക എന്നുള്ളത് ഒരു പൈശാചിക പദ്ധതിയാണ്. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ യാക്കോബിനെ നോക്ക്. ആ പാവൻ ചെറുക്കൻ കഴിഞ്ഞ ദിവസം അവരെ പ്രസംഗിക്കുന്നുണ്ട്. യേശാവ് ചേട്ടനും യാക്കോബ് അനിയനുമാണ്. യേശാവ് ചേട്ടനും യാക്കോബ് അനിയനുമാണോ? ഇവിടെ ഒരുമിച്ച് കൺസീവായി ഒരുമിച്ച് പുറത്തു വന്നതല്ലേ? ഓ, അവർ ട്വിൻസ് അല്ലേ? എന്നേ യേശാവ് ചേട്ടനും യാക്കോബ് അനിയനുമാണോ? വെളിവില്ലാത്ത പ്രസംഗരാണ്. ഈ ചെറുക്കം വരുന്ന വഴിക്ക് മൂത്തവൻ്റെ കാലെ പിടിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ഉപായെന്ന് പേരിട്ടോ. ഇവൻ ക്ഷമ ചോദിച്ചാണെങ്കിലോ? അങ്ങനെ ചിന്തിക്കാൻ പോട്ടെ. ഇത് രണ്ടുമാരാ സംസാരിക്കാൻ അറിയാത്ത, ചിന്തിക്കാൻ അറിയാത്ത, വയറ്റിൽ കിടന്ന പിള്ളേർ പറയാം ഒരുത്തൻ അവൻ്റെ ഉപായം ചിന്തിച്ചത്. അന്ന് ഇവൻ ക്ഷമ ചോദിച്ചാൽ തന്നെ ചിന്തിക്കാത്തതെന്ന്. നീ ഇസ്രായേലിൻ്റെ പ്രഭുവാകുമെന്ന് അറിഞ്ഞ് നിന്നെ ജന്മത്തിൽ തന്നെ നിനക്ക് വിരോധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നിന്നെ തകർക്കുകയാണ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പിന്നുള്ള പുള്ളിയുടെ ആരോപണം, പുള്ളി പാൽപ്പായസം കൊടുത്ത്, മറ്റേ ചുവന്ന പായസം കൊടുത്ത് ജ്യേഷ്ഠാവകാശം അടിച്ചു മാറ്റി. അത് കൊള്ളാമല്ലോ. ഇന്നിപ്പോൾ ഈ സഭായം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ കടയിൽ കയറത്തില്ലേ? കടയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിക്കത്തില്ലേ? നിങ്ങളുടെ സാധനം എടുത്തുകൊണ്ടെങ്കിൽ പോവുകയാണോ? പൈസ കൊടുക്കത്തില്ലേ? പൈസ കൊടുക്കുകയോ ഇല്ലയോ? യാക്കോബിൻ്റെ കാലത്ത് പൈസ ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെയായിരുന്നു, ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ഒന്ന് അങ്ങോട്ട് കൊടുക്കുക, ഒന്ന് ഇങ്ങോട്ട് എടുക്കുക. ആ പുള്ളി പറഞ്ഞു, നീ എനിക്ക് ജ്യേഷ്ഠവർഷം തരാമെങ്കിൽ പായസം തരാം. ഓക്കെ, എനിക്ക് പായസം വേണ്ട, ഞാൻ ജ്യേഷ്ഠവർഷം തരുന്നില്ല. തീർന്നില്ല കാര്യം. കള്ളനെയാണ് നമ്മൾ ന്യായീകരിക്കുന്നത്. യാക്കോബ് ഉപായിയായിട്ട് പായസം വെച്ചോണ്ട് ഇങ്ങനെ കുത്തി, പിന്നെ പായസം വെച്ചുകൊണ്ട് കുത്തിയിരുന്നു.
അല്ല, യാക്കോബ് പൈസ കൊടുത്ത് മേടിക്കാൻ പറഞ്ഞു, അവൻ്റെ പൈസ ഉണ്ടായിരുന്നു, അത് അവൻ കൊടുത്തു, ഇവൻ മേടിച്ചു. ഇത്രയേ ഉള്ളൂ കാര്യം. പൈസ ജ്യേഷ്ഠാവകാശമായിരുന്നു, അവനതിനെ ബഹുമാനിച്ചില്ല, ഇവൻ അതിനെ ബഹുമാനിച്ചു. അപ്പോൾ ഒരു എക്സ്ചേഞ്ച്, ഒരു ബിസിനസ് നടന്നേ. നമ്മൾ ജീവിതത്തിൽ നമ്മൾ കച്ചവടം നടത്താറുണ്ടോ? എന്തെങ്കിലും വാങ്ങിക്കാറുണ്ടോ? വാല്യൂവായുള്ള സാമ്പത്തിന് കാര്യങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ വാല്യൂ കൊടുക്കാറില്ലേ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എത്ര നല്ലതാണെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ തീർന്ന കേസല്ലേ? നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുമോ? ഇപ്പോൾ യാക്കോബ് എങ്ങനെ ഉപായിയായേ? ഇത് നമ്മളെ കൊണ്ട് പറപ്പിക്കുക. കാരണം യാക്കോബിൻ്റെ റെവലേഷൻ അറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. 20 വർഷം കൊണ്ട് 10 പ്രാവശ്യം മാറ്റിയ പ്രൊമോഷൻ അവൻ ഒരൊറ്റ ചാൻസിൽ പ്രാപിച്ചെടുത്തു. 20 വർഷം കൊണ്ട് മുടങ്ങി കിടക്കുന്ന പ്രൊമോഷൻ നിനക്ക് ഒറ്റ അവസരത്തിൽ കിട്ടും. യാക്കോബിന്റെ വെളിപ്പാട് കിട്ടിയാൽ 21 വർഷം അവൻ ലാബാന്റെ കൂടെ ഉണ്ടായിരുന്നു. 20 വർഷവും അവൻ ഒന്നും കൊടുത്തില്ല. 21-ാം വർഷം ശ്രദ്ധിക്ക്, ആട് 12 മാസത്തിൽ, 1 വർഷത്തിൽ 1 പ്രാവശ്യം പ്രസവിക്കും. ഒറ്റ പ്രസവത്തിലാ ലാബാന്റെ ആടുകളെ ഇദ്ദേഹം ജയിച്ചത്. 20 വർഷം വരെ ഒന്നുമില്ലായിരുന്നു. 20-ാം വർഷം പുള്ളി ബഥേലിലേക്ക് വരാൻ തീരുമാനിച്ചു, ദൈവത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു, ദൈവഗ്രഹത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു, നന്നായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. ആടുകൾ വർദ്ധിക്കാൻ തുടങ്ങി. അതിന് 2 പ്രസവം എടുത്തില്ല, 1 പ്രസവത്തിൽ ഒരാട് എല്ലാ ആടും പ്രസവിച്ചു. ഹല്ലേലൂയ. നിനക്ക് തടയപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? തടയപ്പെട്ട രേഖകൾ, തടയപ്പെട്ട വാഗ്ദത്തങ്ങൾ, തടയപ്പെട്ട പ്രമോഷനുകൾ, തടയപ്പെട്ട ശമ്പള വർധനകൾ, തടയപ്പെട്ട നന്മ, തടയപ്പെട്ട സാമ്പത്തികം, തടയപ്പെട്ട ഭൗതിക മണ്ഡലങ്ങൾ, ദൈവപുത്രനാകുന്ന അത് യാക്കോബിന്റെ വെളിപ്പാടിലേക്ക് വരൂ. ദൈവം നിന്നോട് ഇന്നു പകൽ ഇടപെടുകയാണ്. അവന്റെ അകത്തുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് നിനക്ക് ലഭ്യമായാൽ നീയും ആ വഴിയിൽ കൂടി കടന്നുപോയി ജയിക്കുക തന്നെ ചെയ്യും. പക്ഷെ യാക്കോബിന് ജീവിതം മുഴുവൻ പോരാ. വിവാഹം കഴിച്ച പെൺകുട്ടിയെ പോലും അപ്പൻ കൊടുത്തില്ല. സ്തോത്രം, ആമേൻ, ഗ്ലോറി. പക്ഷെ അവൻ്റെ ദൈവം അവളെയും അവളുടെ അനിയത്തെയും അവരുടെ തോഴിമാരെയും കൂടെ കെട്ടാൻ കൃപ കൊടുത്തു. പുരുഷന്മാരെങ്കിലും ഒരു ഹല്ലേലൂയൊക്കെ പറയുന്നേ വിചാരിച്ചു. അതിനെ ആ ശാരീരിക തലങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ആത്മതലത്തേക്ക് കൊണ്ടുപോവാ. ശത്രു ഒന്ന് തടഞ്ഞാൽ ദൈവം അതിൻ്റെ 10 ഇരട്ടി തരാൻ ശക്തനാണ്. ഗ്ലോറി. ഒന്ന് ഏറ്റെടുത്തേ. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വെളിപ്പാടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ശത്രുവിന് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. യോസേഫിനെ നോക്ക്, അവൻ പ്രധാനമന്ത്രിയാകുമെന്നറിഞ്ഞ് പിശാച് അവന് അതേ രാജ്യത്ത് ചങ്ങലയിൽ ബന്ധിച്ചവനായിട്ടാ ബോർഡർ അങ്ങോട്ട് കടത്തിയത്. സ്വത്രം. ബോർഡർ കടന്നത് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവനായി, ബോർഡർ കടന്നത് നഗ്നപാതേനെ, ബോർഡർ കടന്നത് അടിമയായി. പക്ഷേ അനേകര് ബോർഡർ കടന്നു വന്ന് മിസ്രൈമിലെ പ്രധാനമന്ത്രിയായ ദൈവത്തിന്റെ അഭിഷിക്തനായ ജോസഫിന്റെ മുൻപിൽ വന്ന് മുഴങ്കാലിൽ വീണ് നമസ്കരിച്ചു. ഗ്ലോറി. യേശു കർത്താവ് ജനിക്കുന്ന സമയത്ത് നോക്ക്, മോശയിൽ ക്രിസ്തുവിൻ്റെ ആത്മാവായിരുന്നു. യേശുവിൽ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെടുകയാണ്. അന്നേരം ഇത് തന്നെ ഉണ്ടായി. കുഞ്ഞുങ്ങളെ 2 വർഷം പ്രായമുള്ള കുഞ്ഞുങ്ങളെല്ലാം ഹെരോദാവ് കൊന്നുകളഞ്ഞു. ഇത് ഒരു സ്ക്രിപ്റ്റാണ്, ഇത് ഒരു സെറ്റപ്പാണ്. ഏത്? നിനക്ക് വിരോധമായി പിശാച് എഴുന്നേൽക്കുന്ന ഒരു സെറ്റപ്പാണ്. അത് പുസ്തകത്തിലുണ്ട്. നീ ഇവിടെ ജയത്തോടെ നിന്നാൽ, നീ ഇവിടെ ദൈവകൃപയിൽ നിന്നാൽ, നീ ഇവിടെ അഭിഷേകത്തോടെ നിന്നാൽ, നിനക്ക് വിരോധമായി നിന്നവളെ, നിനക്ക് വിരോധമായി നിന്നവനെ പുറത്താക്കിയിട്ട് നിന്നെ അവിടെ യജമാനനാക്കുന്നൊരു ദൈവമുണ്ട്. അതിനെന്താ വേണ്ടത്? അത് പറയാനാണ് വന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം. അവൻ ഗലീലയിൽ, അവൻ ഫിലിപ്പിന്റെ കൈസേരിയയിലെത്തി. ഇതാണ് ചോദ്യം. ഇവിടെയാണ് നീ ഉത്തരം പറയേണ്ടത്. എന്നെ ആരെന്ന് പറയുന്നു? ക്രിസ്തുവിനെ ആരെന്ന് പറയുന്നു? ക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യൂട്യൂബിലാണെന്ന് തോന്നി, എവിടെ അല്പം വെട്ടി ഒരു കഷ്ണം കേട്ടു. അതിനകത്ത്
ആൾ പറയുന്നു ക്രിസ്തു ജീവിച്ചിരുന്നില്ല, ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം, ക്രിസ്തു ജീവിച്ചിരുന്നങ്ങ് ഇരിക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. പിന്നെ ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ജീവിച്ചിരുന്നങ്ങ് ഇരിക്കട്ടെ എന്ന് പറയേണ്ട കാര്യം എന്തോ? ഇല്ലാത്തത് ഇല്ലെന്നങ്ങ് വിശ്വസിച്ച് പോയാൽ പോരെ. ഇപ്പം സകല ആളുകളും ക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പ്രശ്നം ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല. ഗ്ലോറി. ക്രിസ്ത്യാനികളും ആ ക്രൈസ്തവരും തമ്മിലുള്ള വ്യത്യാസം അതാ. ക്രിസ്തുവിനെ എല്ലാവരും ബഹുമാനിക്കുന്നു. ക്രിസ്തുവിനെ ഗുരുവായി, ക്രിസ്തുവിനെ ചരിത്രപുരുഷനായി, ക്രിസ്തുവിനെ വലിയ എഴുത്തുകാരനായി, ക്രിസ്തുവിനെ വലിയ വാഗ്മിയായി, ക്രിസ്തുവിനെ വലിയ പ്രസംഗിയായിട്ടൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ എന്താണ് നിൻ്റെയും അവരുടെയും തമ്മിലുള്ള വ്യത്യാസം? നീ അവനെ ഇരമ്യാവായിട്ടോ യെശയ്യാവായിട്ടോ പ്രവാചകനായിട്ടോ ചരിത്രപുരുഷനായിട്ടോ മാത്രമല്ല, നീ കാണുന്ന തലമാണ് അടുത്തത്. വായിച്ചേ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പൊ വ്യക്തിപരമായി നിന്റെ ജീവിതത്തിൽ ഇന്നലകളിലല്ല ഇന്നുകളിൽ നീ പ്രശ്നം അനുഭവിക്കുന്ന ഈ സമയത്ത് നിനക്ക് യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിനുള്ള നിന്റെ ഉത്തരമാണ് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ക്രിസ്ത്യാനികളും അക്രൈസ്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവനെ മുന്നോട്ട് നയിക്കുന്ന അവനിൽ ക്രിസ്തു എന്ന വെളിപ്പാട്, അവനിൽ യേശു ആരാണെന്ന വെളിപ്പാട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ചിലർക്കവൻ സൗഖ്യദായകനാണ് നമ്മുടെ കൂട്ടത്തിൽ, ചിലർക്കവൻ പ്രവാചകനാണ് നമ്മുടെ കൂട്ടത്തിൽ, ചിലർക്കവൻ യാക്കോബിനേക്കാൾ വലിയവനാണ് നമ്മുടെ കൂട്ടത്തിൽ, ചിലർക്കവൻ സമ്പത്ത് നൽകുന്നവനാണ്, ചിലർക്കവൻ അപ്പം ഇരട്ടിക്കുന്നവനാണ്, ചിലർക്കവൻ വെള്ളം വീഞ്ഞാക്കുന്നവനാണ്, ചിലർക്കവൻ മത്സ്യം ഇരട്ടിപ്പിക്കുന്നവനാണ്, ചിലർക്കവൻ വെള്ളത്തിന്മേൽ നടക്കുന്നവനാണ്, ചിലർക്കവൻ കാറ്റിനെ ശാന്തനാക്കുന്നവനാണ്, കടലിനെ ശാന്തനാക്കുന്നവനാണ്. പക്ഷേ അതുകൊണ്ടൊന്നും പോരാ. അവന് ഏത് സാഹചര്യത്തിലും അവന് നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ വിഷയത്തെ ശാന്തമാക്കുവാൻ, നിന്നെ അവിടുന്ന് വിടിയിപ്പാൻ, നിന്നെ അവിടുന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്ന ഒരു വെളിപ്പാടിലേക്ക് നീ വരണം. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ശിമോൻ പത്രോസ് അവനോട് നീ ശിമോൻ പത്രോസ് നീയും കൂടി വായിക്കണം. ശിമോൻ പത്രോസ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു വായിപ്പോ. വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ശിമോൻ പത്രോസ് യേശുവിന് ഉത്തരം കൊടുക്കുക. യു ആർ ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിങ് ഗാഡ്. ആമേൻ. ലോകത്തിൽ ദേവന്മാർ ദേവിമാർ എന്ന പേരുള്ള കോടിക്കണക്കിന് ദേവന്മാരും ദൈവമാരുമുണ്ട്. സ്തോത്രം. അങ്ങനെ ഒന്നിലധികം ദേവന്മാരെ സേവിക്കുന്നവർ തന്നെ പറയുന്നു ഈ പർട്ടിക്കുലർ കാര്യത്തിന് ഈ ദേവൻ ഓക്കെയാണ്, പക്ഷേ ഈ കാര്യത്തിന് ഈ ദേവൻ ഓക്കെയല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ദേവനെയും കൂടെ സ്നേഹിക്കുന്നത്. പിടിയോ? അവരുടെ സിമ്പിൾ ലോജിക്കാണ്. ധനത്തിൻ്റെ കാര്യത്തിൽ, പക്ഷേ ബുദ്ധിയുടെ കാര്യത്തിൽ ഈ ആണുങ്ങളുണ്ടെങ്കിൽ കാര്യം നടക്കത്തുള്ളൂ. അങ്ങനെയാണ് ഒന്നിലധികം ദേവന്മാർ വരുന്നത്. ആ കൺസെപ്റ്റ് വരുന്നത് അങ്ങനെയാണ്. ആമേൻ. വേദപുസ്തകവും പറയുന്നു, ആവർത്തന പുസ്തകം 4-ാം അധ്യായം പറയുന്നു, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളും ദൈവം സകല ജാതികൾക്കും കൊടുത്തിരിക്കുകയാണ്. എന്നാൽ നിന്റെ യഹോവ അങ്ങനെയല്ല. സൂര്യനെ നിർമ്മിച്ചവനാണ്, ചന്ദ്രനെ നിർമ്മിച്ചവനാണ്, നക്ഷത്രങ്ങളെ നിർമ്മിച്ചവനാണ്, രാശിചക്രങ്ങളെ നിർമ്മിച്ചവനാണ്. അവന് മുൻപോ അവന് പിൻപോ, അവൻ ബിസൈഡ്സ് ഹിം നൺ ഈസ് ദെയർ. അവനെ പോലെ ആരുമില്ല, അവന് തുല്യം ചൊല്ലാൻ മറ്റാരുമില്ല. അവന്റെ പുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജീവനുള്ള ക്രിസ്തുവാണ് എന്റെ യേശു കർത്താവ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യു ആർ ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിങ് ഗാഡ്. അതാ വ്യത്യാസം. ആമേൻ, 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 ആമേൻ. വായിക്കൂ. അങ്ങനെ പത്രോസ് പറഞ്ഞപ്പോ കർത്താവ് പറയുക, യേശു അവനോട്
ബർ യോനായ ഷീമോൻ എന്ന് പറഞ്ഞ ഷീമോ ബർ യോന, യോഹന്നാന്റെ മകനായ ഷീമോനെ, നീ ഭാഗ്യവാൻ. ശ്രദ്ധിക്കൂ, എന്താണ് ഈ ഭാഗ്യപദവി? ലോട്ടറി അടിക്കുന്നതാണോ ഭാഗ്യവാൻ? ഭാഗ്യക്കുറി, ഭാഗ്യവാൻ, ഭാഗ്യക്കുറി, നാളെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ലോട്ടറി നീ വാങ്ങിച്ച് നിനക്കൊരു 10 കോടിയോ അല്ലെങ്കിൽ 10 മില്യനോ അടിച്ചാലും 10 ബില്യൺ അടിച്ചാലും നീ ഭാഗ്യവാൻ എന്ന് വേദപുസ്തകം പറയുന്നില്ല. അക്കോർഡിംഗ് ടു ദ ബൈബിൾ, ഹൂ ഈസ് ദ ബ്ലെസ്സഡ് വൺ? ദ ബ്ലെസ്സഡ് വൺ ഈസ് ദ വൺ ഹൂ ഗോട്ട് ദ റെവലേഷൻ ഓഫ് ദ സൺ ഓഫ് ഗോഡ് ഫ്രം ദ ഫാദർ ഹിംസെൽഫ്. പിതാവാം ദൈവത്തിൽ നിന്ന് എനിക്ക് വ്യക്തിപരമായി തൻ്റെ പുത്രനായ മനുഷ്യനായ യേശുവിനെ കുറിച്ച് അവൻ ജീവനുള്ള ദൈവം തന്നെ എന്ന വെളിപ്പാടാണ് എന്നെ ബ്ലെസ്സഡ് ആക്കുന്നത്. നിരാശ വന്ന് മൂടുമ്പോ, സംശയം വന്ന് മൂടുമ്പോ, ചോദ്യം വന്ന് മൂടുമ്പോ, രോഗം വന്ന് മൂടുമ്പോ, കടം വന്ന് മൂടുമ്പോ, ദുഃഖം വന്ന് മൂടുമ്പോൾ നിന്നെ അതിൽ നിന്ന് പുറത്തെടുക്കുന്നത് എന്റെ കർത്താവ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ പ്രതിനിധിയായ യേശു. നിങ്ങൾ കൈയടിക്കുമ്പോഴും ആമീൻ പറയുമ്പോഴും ഗ്ലോറി പറയുമ്പോഴും എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് നിന്ന് ഒരാൾ പറയുന്നു അതെല്ലാം ഓക്കെയാണ്, പ്രസംഗിക്കാൻ കൊള്ളാം, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ അത് നോക്കുമെന്ന് എനിക്കറിയത്തില്ല. നോ, നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നീ പൂരിപ്പിക്കുമ്പോഴേ അത് നിനക്ക് വെളിപ്പാടാകത്തുള്ളൂ. സ്വോത്രം. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഒന്ന് പേഴ്സണലൈസ് ചെയ്തേ, ടേക്ക് ഇറ്റ് പേഴ്സണലി. ഒന്ന് പേഴ്സണലൈസ് ചെയ്തേ. ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എന്നെ ഉദ്ധരിപ്പാൻ കഴിയുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എൻ്റെ യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കൊരിക്കലും പുറത്ത് കടക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് എന്നെ അടച്ചിട്ടിരിക്കുന്ന ജയിലിനെ തുറന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ക്രിസ്തുവാണ് എൻ്റെ യേശു. അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തുവാണ്. വെളിപ്പാടാണ് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത്. ഗ്ലോറി. നമ്മളൊക്കെ കേൾക്കാറുണ്ട് 12-ാം അധ്യായത്തിൽ പത്രോസ് പോത്തുപോലെ, അങ്ങനെ ആരും പറയാറില്ല, എന്നാലും നമ്മുടെ 12 ഭാഷയിൽ കിടന്നുറങ്ങുക. എവിടെ കിടന്നുറങ്ങുന്നത്? ജയിലിൽ. എന്താ കിടന്നുറങ്ങാൻ കാരണം? പല സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്ന് അദ്ദേഹത്തിന് വാഗ്ദാനം ഉണ്ടായിരുന്നു, ഒന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു സഭ പ്രാർത്ഥിക്കുകയെന്ന്, ഒന്ന് അദ്ദേഹം ഭയങ്കര ക്ഷീണത്തിലായിരുന്നു കിടന്നുറങ്ങി. അതും ഒരു വെളിപ്പാടാണ്. അല്ലേ? ക്ഷീണം നമ്മൾ കിടന്നുറങ്ങി പോകത്തില്ലേ? ഗ്ലോറി, 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 ഗ്ലോറി. പക്ഷെ പത്രോസിന് ലഭ്യമായ വെളിപ്പാടാ ഞാൻ സേവിക്കുന്ന, ഞാൻ നമസ്കരിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്തുതിക്കുന്ന എൻ്റെ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പ്രാതിനിധ്യമാണ്. അവന് കഴിയാത്തതൊന്നുമില്ല. അവൻ അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടി പോലും ഈ കാരാഗ്രഹത്തിൽ കൊഴിഞ്ഞു വീഴത്തില്ല. ഞാൻ പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? ഗ്ലോറി. അതുമാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ പത്രോസ് ഓൾറെഡി ഒന്ന് കിടന്ന ജയിൽ. അവിടെ ഇരിക്കുന്ന രാത്രിയിൽ കാരാഗ്രഹത്തിൻ്റെ അവിടെ ദൂതൻ വന്നു പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് പിറ്റേ ദിവസം ആലയത്തിൽ പോയി പ്രസംഗിച്ചു. ചേവകന്മാരും കൂടെയുള്ളവരും എല്ലാം രാവിലെ പത്രോസിനെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് വിളിക്കാൻ വന്നപ്പോൾ കഥകളെല്ലാം പൂട്ടിക്കിടക്കുന്നു, പത്രോസ് അകത്തില്ല. അപ്പോൾ പത്രോസിന് നേരത്തെ അനുഭവമുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച അനുഭവം പത്രോസിന് 5-ാം അധ്യായത്തിലുണ്ട്. പിന്നെ 12-ൽ എന്തിനാ പ്രയാസം? ഗ്ലോറി. പണ്ട് കാലത്തില്ലാത്തൊരു പുതിയ ഡോറ് 10 വർഷമായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ഇങ്ങനെ നീങ്ങും, സ്ലൈഡിങ് ഡോർ അല്ലേ? നമ്മളെ സെൻസ് ചെയ്ത് സ്ലൈഡ് ചെയ്യുന്ന അതിനൊരു റേഞ്ചുണ്ട്. ആ റേഞ്ചിൽ ചെല്ലാത്തിടത്തോളം കാലം ഈ ഡോർ അടഞ്ഞു തന്നെ കിടക്കും. ചില ഡോർ ഇച്ചിരി ഓവർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഡോറ് മാറുന്ന പോലെ ചിലപ്പോൾ മാറും. അപ്പം നമ്മൾ ഇച്ചിരി കൂടെ അടുത്ത് ചെല്ലേണ്ടി വരും. നമുക്ക് സംശയം തോന്നി ഇനി തുറക്കത്തില്ലയോ. നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ വെക്കുമ്പോഴാണ് തുറക്കുന്നത്. അങ്ങനത്തെ ഡോർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ നിങ്ങൾ ധൃതി പിടിക്കുക, ചെന്നാൽ തലയെല്ലാം പൊട്ടി ഗ്ലാസ് എല്ലാം ഉടഞ്ഞു പോകും. മുറിവുണ്ടാക്കാതെ പതുക്കെ കൊണ്ട് പോയി അതങ്ങ് മാറും. ശക്തിയൊന്നും പ്രയോഗിക്കണ്ട. ആമേൻ. പത്രോസിൻ്റെ ഡോർ ഇതിനു മുമ്പ് ഒന്ന് മാറിയത് 5-ാം അധ്യായത്തിൽ. ആ പുള്ളി എന്തിനാണ് ഭാരപ്പെടുന്നത്? പുള്ളിക്ക് അറിയാം ഇതുവഴി പോയാൽ കറക്റ്റ് കാരാഗ്രഹം എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല.
ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നൊരു ആവരണം ഇദ്ദേഹം ധരിച്ചിരിക്കുക, ഇൻ ക്രൈസ്റ്റ്. പിന്നെ ഇദ്ദേഹത്തിന് ഇരുമ്പിനോ കാറ്റിനോ കടലിനോ ഒന്നും പൂട്ടാൻ കഴിയത്തില്ലെന്നേ. ഗ്ലോറി, 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 ഹല്ലേലൂയ. ആ പത്രോസ് 12-ലല്ല 16-ൽ കിടന്നാലും അദ്ദേഹം പുറത്തു വരും. ആമേൻ. അപ്പോൾ നിങ്ങളെ ഇപ്പോൾ ബന്ധിച്ചിരിക്കുന്ന കാരാഗ്രഹം എന്താണ്? അതൊരു പ്രൊമോഷൻ ഇല്ലായ്മയാണോ, ഒരു കടമാണോ, ഒരു ആത്മീക ഫ്രീഡം ഇല്ലായ്മയാണോ, സംശയമാണോ, ഒരു ചോദ്യമാണോ, അതെന്തുമാകട്ടെ, അതിൽ നീ എങ്ങനെ പുറത്തു വരുന്നത്? ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതെനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി എൻ്റെ വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവം തൻ്റെ പുത്രനെ അയച്ചെന്നെ വിടുവിച്ചിരിക്കുന്നു എന്ന വെളിപ്പാടിലാണ് നീ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുന്നത്. പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഗ്ലോറി. പൗലോസിൻ്റെ ശീലാസിൻ്റെ കേസ് വന്നപ്പോൾ അല്പം കൂടെ മുന്നോട്ട് പോയി. അടിയുണ്ട്, മുറിവേറ്റിട്ടുണ്ട്, രക്തം ചീന്തുന്നുണ്ട്, ചങ്ങലയ്ക്കകത്താണ്. പക്ഷെ അവരെന്ത് ചെയ്തു? രാത്രിയിൽ അവർ കർത്താവിനെ, രാത്രിയിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ പാടി എന്ന് പറഞ്ഞാൽ അവരവിടെ ഒരു സഭായം കൂടി, അവിടെ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി. അവിടെ അവരെ മൂടിയിരുന്ന നിരാശ അവർ പൊട്ടിച്ച് കർത്താവിനെ ആരാധിച്ചു. അവിടെ അവരെ പിടിക്കാൻ വന്ന സംശയങ്ങളെ അവരാത്മാവിൽ പാടി ജയിച്ചു, സ്തോത്രം ചെയ്തു ജയിച്ചു. സ്തോത്രം, 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 സ്തോത്രം. ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടിനെ അവരാത്മാവിൽ പ്രവചിച്ച് ജയിച്ചു. ആമേൻ. ബാങ്കിന്റെ ആ വാർത്തയെ അവരാത്മാവിൽ പാടി ജയിച്ചു. സ്തോത്രം. നമ്മുടെ ഓർഗനൈസേഷനിലെ നമുക്ക് വിരോധമായി വന്ന രേഖയെ അവർ ആത്മാവിൽ ആരാധിച്ചു ജയിച്ചു. അവൻ ശരീരത്തിൽ വെളിപ്പെട്ട രോഗത്തെ അവരാത്മാവിൽ നൃത്തം ചെയ്ത് ജയിച്ചു. ഗ്ലോറി. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ പാടി ആരാധിച്ചപ്പോൾ ജീവനില്ലാത്ത കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. അവരും ഡാൻസ് ആരംഭിച്ചു. സ്തോത്രം, 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 സ്തോത്രം. ഒരിക്കലും അനങ്ങാത്ത നമ്മളാ. എന്നാൽ കാരാഗ്രഹമാടി. അവിടെ എഴുതിയിരിക്കുന്നു, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകൾ അഴിഞ്ഞു, prison doors open. ഗ്ലോറി, 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 ഗ്ലോറി. ഈ ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിൽ prison doors ഓപ്പൺ ആകണമോ, ചങ്ങലകൾ അഴിയണമോ, എന്ത് ചെയ്യണം? സാഹചര്യം നോക്കാതെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാടിൽ നീ കർത്താവിൽ ജീവിക്കണം. ആമേൻ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീ ഭാഗ്യവാൻ. രക്തങ്ങളല്ല. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുകയാണ്, പാസ്റ്റർ ജെയിംസിൽ നിന്ന് നിങ്ങൾ ഈ വെളിപ്പാട് കേൾക്കുകയാണ്. പക്ഷെ അത് ഒട്ടുമിക്ക പേരുടെയും കാതിൽ വരെ എത്തുമ്പോൾ അവരതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതനുസരിച്ചാണ് അടുത്ത നിലവാരം. നിങ്ങൾ എൻ്റെ വചനമായി ഇതിനെ സ്വീകരിക്കാതെ സാക്ഷാലായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായി ഇതിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ ഭൗതിക കാതിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് ചെന്ന് വീഴും. ഗ്ലോറി. അതൊരു വിത്തായി ചെന്ന് വീഴും. അവിടുന്ന് നിങ്ങളുടെ ഓരോ സാഹചര്യത്തിലും നിങ്ങൾക്ക് ആരാധിപ്പാൻ പ്രേരിപ്പിക്കുന്ന, സ്തുതിക്കാൻ പ്രേരിപ്പിക്കുന്ന, കർത്താവിന് നന്ദി പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു വെളിപ്പാടായി ഇത് മാറും. ഇതൊരു പാറയാണ്. ഈ പാറമേൽ ആഴെ കുഴിച്ചു പണിയുന്നവന്റെ വീട് കാറ്റ് വന്നാലും, കോള് വന്നാലും, തിരമാല വന്നാലും, മഴ പെയ്താലും, വെള്ളം പൊങ്ങിയാലും ഉലഞ്ഞു പോകത്തില്ല. ഏത്? ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. Come on, come on, come on. ഐക്യുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ എന്റെ യേശുവത്രേ. ിടും ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശുപരൻ. ഐക്യുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും
ഭയമെല്ലാം നീക്കും സമാധാനമേകും യേശുവരൻ തൻ പിൻപേ പോയിടാം തൻ വചനങ്ങൾ പാലിക്കാം യേശു പിൻപേ പോയിടാം തൻ വചനങ്ങൾ പാലിക്കാം കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം പർവ്വതത്തിലൂടെ താഴ്വരയിലും കൂടെ കൈവിടില്ല ഈശൻ നമ്മെ എന്നുമേ പർവ്വതത്തിൽ കൂടെ താഴ്വരയിലും കൂടെ കൈവിടുകിൽ ഈശൻ നമ്മെ എന്നുമേ കയ്യിൽ വഹിച്ചിടും ആരോടണച്ചിടും സ്വർഗ സന്തോഷം തരും നല്ല സഖിയാ കയ്യിൽ വഹിച്ചിടും ആരോടണച്ചിടും സ്വർഗ സന്തോഷം തരും നല്ല സഖിയാ താൻ പിൻപേ പോയിടാം താൻ വചനങ്ങൾ പാലിക്കാം യേശു പിൻപേ പോയിടാം താൻ വചനങ്ങൾ പാലിക്കാം കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. Amen, 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 amen. നമുക്ക് ചേർന്ന് തുടർന്നും കർത്താവിനെ ആരാധിക്കാന്നാൽ അതിനു മുമ്പായിട്ട് നമ്മൾ കർത്താവിന് വേണ്ടി കൊണ്ടുവന്ന സ്തോത്ര വഴിപാടുകൾ മനഃപൂർവ്വ ദാനങ്ങൾ ദശാംശങ്ങൾ ഉദർച്ചാർപ്പണങ്ങൾ പ്രതിജ്ഞകൾ ഒക്കെ സന്തോഷത്തോടെ അർപ്പിക്കാനുള്ള സമയമാണ്. കർത്താവ് നിങ്ങളെ ബാക്കപ്പ് ചെയ്യുന്നു. യു ആർ അണ്ടർ ദ courtesy ഓഫ് ദ ഹെവൻസ്. യു ആർ പവേർഡ് ബൈ ദ ഹോളി ഗോഡ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന പാറമേൽ നീ നിന്റെ പ്രശ്നങ്ങളെ കാണുക. പ്രശ്നങ്ങൾ ചെറുതാകും, ക്രിസ്തു വലുതാകും. ആമേൻ. ഓഫറിംഗിനായി വോളണ്ടിയേഴ്സിനെ ക്ഷണിക്കുന്നു. ഓഫറിംഗിനായിട്ടുള്ള നിങ്ങളുടെ മനസ്സും ഹൃദയവും തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് നമുക്ക് പാടാം. വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുമ്പോൾ കൂടെയുള്ള പോലെ എന്തു ഭയം. ഓ വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുമ്പോൾ കൂടെയുള്ള പോലെ എന്തു ഭയം. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. താൻ പിൻപേ പോയിടാം, താൻ വചനങ്ങൾ പാലിക്കാം. താൻ പിൻപേ പോയിടാം, താൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശു അത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു. വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശു അത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശുവൻ. താൻ പിൻപേ പോയിടാം, താൻ വചനങ്ങൾ പാലിക്കാം. താൻ പിൻപേ പോയിടാം, താൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. പർവ്വതത്തിലൂടെ താഴ്വരയിൽ കൂടെ കൈവിടില്ല ഈശൻ നമ്മെ എന്നുമേ. പർവ്വതത്തിലൂടെ താഴ്വരയിൽ കൂടെ കൈവിടില്ല ഈശൻ നമ്മെ എന്നുമേ. കയ്യിൽ വഹിച്ചിടും, മാറോടണച്ചിടും, സ്വർഗ സന്തോഷത്താലും നല്ല സഹിയായി. കയ്യിൽ വഹിച്ചിടും, മാറോടണച്ചിടും, സ്വർഗ സന്തോഷത്താലും. താൻ പിൻപേ പോയിടാം, താൻ വചനങ്ങൾ പാലിക്കാം. താൻ പിൻപേ പോയിടാം, താൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും
നായകൻ ബുദ്ധി വരുത്തുന്നു. കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം? വിശ്വാസത്തിൻ നായകൻ ബുദ്ധി വരുത്തുന്നു. കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം? ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. എനിക്ക് ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. പിന്നേ പോയില്ല, താൻ ഭോജനങ്ങൾ പാലിക്കാം. യേശു പിന്നേ പോയില്ല, താൻ ഭോജനങ്ങൾ പാലിക്കാം. കത്തൻ വരവും കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കത്തൻ വരവും കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിപ്പാൻ. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. അമ്മേ, ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്കൊരു തീരുമാനത്തിനായി ഒരു ഉത്തരം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ തീരുമാനം ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. തീരുമാനം ചോദ്യം 1, നിങ്ങൾ സേവിക്കുന്ന നിങ്ങളുടെ ദൈവം ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്യുന്ന ദൈവമാണോ? ആ ദൈവത്തിന് എല്ലാ കാര്യവും ചെയ്യാൻ കഴിയുമോ? പലപ്പോഴും ഒന്നിലധികം ദേവന്മാരെ നമ്മൾ സേവിക്കേണ്ടി വരുന്നത്, എൻറ്റിറ്റിയെ സ്നേഹിക്കേണ്ടി വരുന്നത് ഒന്നിനെ കൊണ്ടുമല്ല, ഇല്ലാത്തതിനാലാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറയാം, നിന്റെ ദേവൻ ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമേ ചെയ്യാൻ കഴിയത്തുള്ളെങ്കിൽ അവനൊരു സോഴ്സ് അല്ല, റിസോഴ്സാണ്. അവൻ ദൈവമല്ല, ദേവൻ എന്ന പേരേ ഉള്ളൂ. അല്ലിതാ യേശു എന്ന യഹോശുവ ജീവനുള്ള ദൈവപുത്രനും എല്ലാം അവനാൽ സാധ്യവുമാണ്. നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, ഫിനാൻഷ്യൽ, ഫിസിക്കൽ, മെഡിക്കൽ, മെന്റൽ, എന്തുമാകട്ടെ, സ്പിരിച്വൽ, നിന്റെ കർത്താവിന് അതിനെ നിന്നിൽ നിന്ന് വിടുവിപ്പാൻ കഴിയും. ഇനി ക്രിസ്തുവിനെ പലരും സ്നേഹിക്കുന്നത് ഒരു സാമ്പത്തിക സ്രോതസ്സായിട്ടാണ്, ഒരു സൗഖ്യദായകനായിട്ടാണ്, അല്ലെങ്കിൽ രക്ഷിക്കാൻ മാത്രം കഴിവുള്ള ആത്മരക്ഷയുടെ ദായകനായിട്ടാണ്. നിന്റെ ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി, എല്ലാം ചെയ്യുവാൻ കഴിവുള്ളവനായി, ഒന്നും അസാധ്യമല്ലാത്തവനായി നിന്റെ ഹൃദയം ഇരുന്നാൽ മാത്രമേ നിന്റെ എല്ലാ പ്രശ്നങ്ങളും അവൻ നിന്നെ വിടുവിക്കത്തുള്ളൂ. നിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇന്നു മുതൽ ക്രിസ്തുവിനെ ഒന്ന് ഏറ്റുകൊള്ള. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ അവൻ്റെ പിന്നാലെ നീ പോയാൽ നിന്റെ ഒരു പ്രശ്നങ്ങൾക്കും മുടക്കം വരത്തില്ല. നീ ആത്മാവിൽ പ്രോഗ്രസീവ് ആയിരിക്കും. ഒന്നും നിനക്ക് അസാധ്യമാവുകയുമില്ല. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട മനുഷ്യപുത്രനെ നിങ്ങൾ ആരെന്ന് പറയുന്നു. കർത്താവെ, ഞങ്ങളെ നീ സൗഖ്യമാക്കിയിട്ടുണ്ട്, വിടുവിച്ചിട്ടുണ്ട്, ഞങ്ങളെ നീ വിവിധ നിലയിൽ നയിച്ചിട്ടുണ്ട്, ജ്ഞാനമായിട്ടുണ്ട്, അങ്ങ് ശക്തിയായിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങ് ബലമായിട്ടുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് വഴികാട്ടിയായി നാവിഗേറ്ററായിട്ടുണ്ട്, അങ്ങ് കടലിനെ ശാന്തമാക്കുന്നവനായിട്ടുണ്ട്, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നവനായിട്ടുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് വിവിധ അത്ഭുതവാനായ അതിശയവാനായ ദൈവമായിട്ടുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് അത് രക്ഷിതാവായിട്ടുണ്ട്, കൂടെ ഇരിക്കുന്ന ഇമ്മാനുവലായിട്ടുണ്ട്, അങ്ങ് ഞങ്ങളെ സഹായിച്ച എബനേസറായിട്ടുണ്ട്. എന്നാൽ പൊതുനിയമത്തിൽ അങ്ങ് ജീവനുള്ള ദൈവമാണ്. അങ്ങയ്ക്ക് കഴിയാത്തതൊന്നുമില്ല. അങ്ങയെക്കുറിച്ച് ഒരു വെളിപ്പാടല്ല, അങ്ങയെക്കുറിച്ച് സമ്പൂർണ്ണ വെളിപ്പാടിലേക്ക്, മഹാദൈവത്തെ വെളിപ്പെടുത്തിയ പുത്രന്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ ഞങ്ങളെ സമർപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കായി വിശേഷാൽ പ്രാർത്ഥിക്കുന്നത് ഇന്ന് പകൽ അവരും കൂടെ ആ ഫിലിപ്പിന്റെ കൈസരിയിൽ കർത്താവിന്റെ മുൻപിൽ നിൽക്കട്ടെ. കർത്താവ് കണ്ണിൽ കണ്ണിട്ട് ചോദിക്കട്ടെ, മറ്റുള്ളവർ എന്നെ ആരെന്ന് പറയുന്നു എന്നല്ല, നീ എന്നെ ആരെന്ന് പറയുന്നു, നീ എന്നെ ആരെന്ന് പറയുന്നു, നീ എന്നെ നിന്റെ പ്രശ്നത്തിൽ ആരെന്ന് പറയുന്നു, നീ ഇപ്പോൾ കഷ്ടപ്പെടുന്ന വിഷയത്തിൽ നീ എന്നെ ആര് എന്നാണ് പറയുന്നത്, നിന്റെ പ്രതികൂലങ്ങളിൽ നീ എന്നെ ആര് എന്നാണ് പറയുന്നത്.
നിന്റെ അന്ധകാരങ്ങളിൽ നീ എന്നെ ആരെന്നാണ് പറയുന്നത്? നിന്റെ രോഗങ്ങളിൽ നീ എന്നെ ആര് എന്നാണ് പറയുന്നത്? നിന്റെ ബുദ്ധിമുട്ടുകളിൽ നീ എന്നെ ആരെന്നാണ് പറയുന്നത്? അതേ കർത്താവേ, അങ്ങനെക്ക് ജീവനുള്ള ദൈവപുത്രനാണ്, അങ്ങനെക്ക് ജീവനുള്ള ദൈവമാണ്, അങ്ങയ്ക്ക് സകലവും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ വാചകം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച എല്ലാവരുടെ പേരും ഇന്ന് മുതൽ അങ്ങ് അങ്ങനെ തന്നെ നിൽക്കേണ്ടതിന് അവരുടെ വിശ്വാസ വചനങ്ങളെ പിന്നെയും നൽകി അവരെ മാനിക്കണം. വിശ്വാസിന്റെ തടവറയിൽ നിന്ന് പുറത്തു വരാതെ അതിൽ തന്നെ നിൽപ്പാൻ സഹായിക്കണം. ബാക്കിയുള്ള എല്ലാ തടവറകളെയും ജയിക്കുന്ന ദൈവസ്നേഹത്തിന്റെ, ദൈവവിശ്വാസത്തിന്റെ, ദൈവപ്രത്യാശയുടെ അത് ബന്ധനത്തിൽ അവരായിരിക്കട്ടെ കർത്താവേ. പ്രത്യാശയല്ലാതെ, വിശ്വാസമല്ലാതെ, ദൈവസ്നേഹമല്ലാതെ അവരിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അഹാവ യമുന അല്ലാതെ അവരിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ ജനം സന്തോഷിക്കട്ടെ, അതിനാൽ കൈകൊട്ടട്ടെ, ചിരിക്കട്ടെ, പാട്ടുപാടട്ടെ, നൃത്തം ചെയ്യട്ടെ. സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങൾ അടുത്ത 7 പകലും 7 രാവും ഞങ്ങൾ കാണുവരെ ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിച്ചവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അർപ്പിച്ച വഴിപാട് വിവരങ്ങളെ കേൾപ്പിക്കുന്നു. അമർത്തി കുലുക്കി കവിയുന്ന ഒരു പങ്ക് അവരുടെ മടിയിൽ കർത്താവ് കൊടുക്കുന്നതിനായി നന്ദി. ജോലി ഇല്ലാത്തവർക്ക് ജോലി, പ്രമോഷൻ ആവശ്യമുള്ളവർക്ക് പ്രമോഷൻ, രേഖകൾ ആവശ്യമുള്ളവർക്ക് രേഖകൾ, വിടുതൽ ആവശ്യമുള്ളവർക്ക് വിടുതലുകൾ, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർക്ക് ഇപ്പോൾ ദൈവത്തിന്റെ രോഗ സൗഖ്യം ഗിലെയാദിലെ വൈദ്യനായ ക്രിസ്തുവിൽ നിന്ന് വെളിപ്പെട്ടു വരണേ. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് പറയുമ്പോൾ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി പറ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നീ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അനുഗ്രഹിക്കപ്പെടുക, ആശീർവദിക്കപ്പെടുക, നന്മ അനുഭവിക്കുക, സന്തോഷിക്കുക, ചിരിക്കുക, പാടുക, നൃത്തം ചെയ്യുക. God bless you. കർത്താവ് എല്ലാവരും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവാം ദൈവത്തിന്റെ വിശുദ്ധ സ്നേഹം, ആശ്വസിപ്പിക്കുന്ന വഴി നടത്തുന്ന പരിശുദ്ധ റൂഹായുടെ സംസർഗം കാവൽ നമ്മെല്ലാവരോടും കൂടെ നമ്മൾ ആഗ്രഹിച്ച വിഷയത്തിൽ ദൈവഹിതം വെളിപ്പെട്ട് നമ്മളെ ജയിപ്പിക്കുവോളം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം ലഭിച്ച അല്ലെ പറഞ്ഞാട്ട്.